ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ രാജൻ ജോസഫിന് ശ്രീനാദേവി കുഞ്ഞമ്മ വയറ് നിറച്ച് കൊടുത്തിരിക്കുകയാണ്. ശ്രീനാദേവി കുഞ്ഞമ്മയും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ബ്രദറും കൂടെ രാജൻ ജോസഫിന് നല്ല രീതിയിൽ വയറ് നിറച്ച് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പോൾ ഇയാളെ ചർച്ചകളിലൊക്കെ ഇയാൾ സ്ഥിരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മോശക്കാരനാക്കുന്ന രീതിയിൽ കുറേ ഇല്ലാ കഥകളൊക്കെ പടച്ചു വിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ഒരു കൊടും ക്രിമിനൽ എന്നും ഒരു കൊടും കുറ്റവാളി എന്നും ഈ പറഞ്ഞിട്ടുള്ള അതിക്രൂരമായിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിച്ച് ഇയാൾ സംസാരിക്കുന്നതെല്ലാം ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ കണ്ടു കാണുമായിരിക്കും അല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ക്രിമിനലാക്കി ഇയാളങ്ങ് വെച്ചേക്കുവാണ്. ഓരോ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇയാൾ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇയാളെ കാലേ വാരി നിലത്തടിക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ ബ്രദറും കൂടെ ചേർന്നിട്ട് കണക്കിന് ഇങ്ങാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങാർക്ക് ഇത്രയൊന്നും അല്ല കിട്ടേണ്ടത്. ഇങ്ങാർക്ക് കിട്ടിയത് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇതൊന്നുമല്ല ഇങ്ങാർക്ക് സത്യത്തിൽ കൊടുക്കേണ്ടത്. കാരണം ഇയാൾ പറഞ്ഞിട്ടുള്ള ഇയാളെ സംസാരം ഇതെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്നും അല്ല കൊടുക്കേണ്ടത്. ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള വിഷയത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ റിനിയുടെ രാത്രി 12:30ക്കും 1 മണിക്കുമുള്ള വിഷയങ്ങളുണ്ടല്ലോ, സീക്രട്ട് ചാറ്റിലേക്ക് വരാനുള്ള തെളിവും കാര്യങ്ങളൊക്കെ വിട്ട സമയത്ത് ഇയാളൊരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാനും കണ്ടായിരുന്നു. 12:30ക്ക് ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് രാഹുൽ മാങ്കൂട്ടവും അതുപോലെ റിനിയും തമ്മിലുള്ള ചാറ്റ് എങ്ങനെ അറിയാം? അപ്പം ആദ്യം ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് എന്തൊക്കെയോ അവിഹിതങ്ങളുണ്ട്, അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ചേർത്തിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ എന്തായാലും അതിനൊക്കെ എതിരെ നല്ല രീതിയിൽ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള അനാവശ്യങ്ങൾ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറി കാലും കൈയും തല്ലി ഒടിക്കുമെന്നാണ് കുഞ്ഞമ്മ പറഞ്ഞേക്കുന്നത്. കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ ബ്രദറും കൂടെ ഇപ്പം അത് കൊടുത്തത് കുറഞ്ഞു പോയെന്നാണ് പറയുന്നത്. ഈ പുള്ളി എന്തൊക്കെയാണ് വന്നിരുന്ന് പറയുന്നതെന്നറിയോ? ഇങ്ങനെ ഇപ്പം രാഹുൽ മാങ്കൂട്ടം കണ്ടില്ലേ, പുള്ളി നിരപരാധിയാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ട് പുള്ളിക്ക് ജാമ്യം കൊടുത്തല്ലോ. അപ്പോൾ എന്നാൽ ഞാൻ അതിൻ്റെ ഓഡിയോ ഞാനിവിടെ വെച്ച് തരാം. ശ്രീനാദേവി കുഞ്ഞമ്മയും ബ്രദറും കൂടെ ഇനി രാജൻ ജോസഫിനെ വിളിച്ചിട്ട് നല്ല രീതിയിൽ കണക്കിന് വയറ് നിറച്ചു കൊടുക്കുന്ന ആ ഒരു ഓഡിയോ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇത് കേട്ട് എല്ലാവരും ലൈക്ക് അടിക്കും, അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. കാരണം ഇത് എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചാണ് ഇങ്ങനെ കിട്ട് നല്ല ഒരെണ്ണം ആരെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന്. അത് ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ കൊടുത്തിട്ടുണ്ടായി. കാരണം നിരന്തരം ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പരിശോധിക്കണം, ഇവർ തമ്മിൽ എന്തോ അന്തർധാരയായിട്ടുള്ള എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മോശക്കാരനാക്കുന്ന രീതിയിലേക്കാണ് ഇതിനകത്ത് വന്നിരുന്ന് സംസാരിക്കുന്നത്. അത് ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് കുടുംബ ബന്ധമാണ് ഉള്ളതെന്ന്. അപ്പോൾ കുടുംബ ബന്ധവും ഒക്കെ ഉള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇങ്ങനൊരു കേസ് വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാവുന്ന ആൾക്കാരുമായിട്ട് എല്ലാം ഷെയർ ചെയ്ത് കാണുമല്ലോ. ഇപ്പം അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ നമ്മൾ പോലും അറിയാത്ത കുറേ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടം പോയിട്ടുള്ളത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഫെനി നൈനാന് കുറേ കാര്യങ്ങൾ അറിയായിരുന്നു. അപ്പോൾ അതൊക്കെ പുറത്ത് വന്നല്ലോ. അപ്പോൾ അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കുടുംബമായിട്ടൊക്കെ കുടുംബ ബന്ധമാണുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ വന്നിരുന്ന് വളച്ചൊടിച്ച്, അത് ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ കൊണ്ടുവന്നിട്ട് ചാനലിനകത്ത് വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ വിളിച്ച് വയറ് നിറച്ച് ബേഷായിട്ട് കൊടുക്കുന്ന ആ ഒരു ഓഡിയോ ഞാൻ ഇവിടെ വെച്ചുതരാം, നിങ്ങൾ കേട്ട് നോക്കും. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടു ഓക്കെ. നീ ആ തന്തയ്ക്ക് ഉണ്ടായല്ലോ, നീ ഉണ്ടായതാ. നീ വീഡിയോ നടക്കുന്നത് നീ എവിടെ ഉള്ളത്? ഞാൻ എറണാകുളത്തുണ്ട്. നിന്റെ പുല്ലും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനി നിന്റെ അളിയനാവാന്ന് പറഞ്ഞ് നിൽക്കുന്നവനുണ്ടല്ലോ, അവനും വിചാരിച്ചിട്ട് പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. നീ എവിടെടാ ഉള്ളത്? ഞാൻ വരും അങ്ങോട്ട്. നീ വാ. നീ എന്നടാ നായേ, നീ എണ്ണ നിന്റെ തന്തയിന്ന് ഓത്ത ദിവസമല്ലേ നിന്നെ, നീ എണ്ണ. ശ്രീനാദേവി പിന്നെ ഈ ആങ്ങളെ സംസാരിക്കുന്നതിനിടെ കൂടി തെറി പറയുന്നതിനിടെ കൂടി ശ്രീനാദേവിയും പച്ചത്തെറി തന്നെയാണ് പറയുന്നത്. ആ സ്ത്രീയുടെ ശബ്ദം എന്ന് പറയുന്നത് ശ്രീനാദേവിയുടെ ശബ്ദമാണ്. ഇവര് ഇങ്ങനെ പച്ചത്തെറി പറയുന്ന ഒരാളെ എന്ത് യോഗ്യത പുറത്തേക്കാണ് കോൺഗ്രസ്? ഇത്രയൊന്നും അല്ല കൊടുക്കേണ്ടത്. ഇങ്ങനെ സംസാരം വെച്ച് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇങ്ങനെ വീട്ടിൽ കയറി ഇങ്ങനെ കവാലക്കുറ്റി അറിഞ്ഞ് തിരിക്കേണ്ട സമയം കഴിഞ്ഞാൽ അമ്മാരി രീതിയിലുള്ള സംസാരമാണ് ഇങ്ങനെ വന്നിരുന്നിട്ട് ചാനലിൽ വന്നിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്.
പുള്ളി ഏതോ വലിയ കൊടും ക്രിമിനലായിട്ടൊരു വ്യക്തിയെ പോലും ഇത്രയും രീതിയിൽ വിമർശിക്കുന്നത് ആരും ഞാൻ കണ്ടിട്ടില്ല. ആ രീതിയിലുള്ള സംസാരങ്ങളാണ് ഇങ്ങനെ പടച്ചു വിടുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്നും ഇതൊരു ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നിട്ടുള്ള കാര്യമാണെന്നെല്ലാം കോടതി വരെ ഇത് അംഗീകരിച്ചു. കോടതി എന്നിട്ട് എന്താ പറഞ്ഞത്, ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരാൾക്ക് എത്ര വ്യക്തികളുമായിട്ട് വേണമെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നാണ് കോടതി വരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെങ്ങനെ ഉണ്ടായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ ഇങ്ങാരിക്ക് കൊടുത്തത്? ഇത് കുറഞ്ഞു പോയെന്നേ എനിക്ക് പറയാനുള്ളൂ, കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി തലമുക്കി കഴിഞ്ഞാൽ, ഇനി ചാനലിൽ വന്നു കഴിഞ്ഞിട്ട് ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങ് വീട്ടിൽ വന്ന് അടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി കോടതി പറഞ്ഞേക്കുന്ന ന്യൂസ് ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഈ പരാതിക്കാരി എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, അപ്പം ഇവർ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റും അതും കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി 2 ദിവസം തങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ കോടതി ചോദിച്ചേക്കുന്ന കാര്യം എന്താണ്? ഒരാളുമായിട്ട് പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ ഒരു തവണ തന്നെ പീഡിപ്പിച്ച് എന്ന് പറഞ്ഞതിന് ശേഷവും പിന്നെയും ഇവർ തമ്മിൽ കാണുകയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റിൽ പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എവിടെയാണ് പീഡനം എന്നാണ് കോടതി ചോദിക്കുന്നത് അല്ലേ? എന്തായാലും വാർത്ത നിങ്ങളൊന്ന് കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്, ഏറെ സ്വാധീനമുള്ള ആളാണ്. ഇത് മാത്രമല്ല, നേരത്തെയും ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾ രാഹുലിനെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് എന്നാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ അതിജീവിതയുടെ മൊഴി വായിച്ചതിൽ നിന്നും ഈ ബന്ധം, ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള ബന്ധം ഒരു പരസ്പര സമ്മതത്തോടു കൂടിയുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിരീക്ഷിച്ചത്. ഒരു വ്യക്തിക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള എത്ര ബന്ധം വേണമെങ്കിലും ആകാം. അതിൽ നിയമപരമായി യാതൊരു തെറ്റുമില്ല, ധാർമ്മികമായും തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം രാഹുൽ ഒരു അവിവാഹിതനായ പുരുഷനാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻകാല കേസുകൾ ഉണ്ട് എന്ന വാദം നിലനിൽക്കില്ലെന്നാണ് കോടതി ഇപ്പോൾ പരാമർശിച്ചിട്ടുള്ളത്. കാരണം ഇത് 1ാമത്തെ FIR ആണ്. ഇതിനു മുൻപ് FIR-കളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു കേസിലും ഇതുവരെ അന്വേഷണം പൂർത്തിയായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിൽ മുൻകാല കുറ്റകൃത്യം പരിഗണിക്കാനാകില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് കണ്ടല്ലോ. പിന്നെ 4ാമത്തെ പരാതിക്കാരി പണിപ്പുരയിൽ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുമെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഉടനെ തന്നെ വരും, അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. പിന്നെ ഇതിൻ്റെയൊക്കെ പുറകിൽ കളിക്കുന്ന വ്യക്തികൾ ആരാണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഇലക്ഷനിലെ പടി കയറ്റത്തില്ലെന്നൊക്കെ പല ആളുകളും പറയുന്നതൊക്കെ കണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിലേക്ക് പരിഗണിക്കത്തില്ല എന്നൊക്കെ. ഇപ്പം ഇനി രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞിട്ടുള്ള പാലക്കാട് സ്വതന്ത്രനായിട്ട് നിന്നാലും ഇരട്ടി ശക്തിയോടുകൂടി, ഇരട്ടി ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരും. അത് വേറെ കാര്യം. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായിട്ട് നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായിട്ട് നിന്ന് പാലക്കാട് നിന്ന് ജയിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ പാർട്ടി പറയാതെ രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായിട്ട് നിൽക്കത്തില്ല. അത് വേറെ കാര്യം. കാരണം പാർട്ടിയെ വെറുപ്പിച്ചുള്ള പരിപാടിയൊന്നും പുള്ളിക്കാരൻ ചെയ്യത്തില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുമെന്നതാണ്. VD സതീശനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞിട്ട് പോലും ഈ VD സതീശനൊരു പ്രശ്നം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ഇട്ട പോസ്റ്റ് നിങ്ങൾ കണ്ടായിരുന്നു. അതോടെയും VD സതീശനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടം ആ ഒരു പോസ്റ്റ് ഇട്ടത് തന്നെ. അപ്പോൾ അത്രയും പാർട്ടിയുമായിട്ടും പാർട്ടിയിലെ വ്യക്തികളുമായിട്ടും അത്രയും ഒരു ആത്മവിശ്വാസവും ഒരു സത്യസന്ധതയും പുലർത്തുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്വതന്ത്രനായിട്ട് നിൽക്കത്തില്ല. അത് വേറെ കാര്യം. കാരണം ഇത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഇത്രയും ദിവസമായിട്ട് ഈ രാഹുൽ ഈ ഒരു പ്രസ്ഥാനത്തെ വെച്ചാൽ ഒരു ആരോപണം വന്ന സമയത്ത് കരിയില പോലെയാണ് പുള്ളിയെ എടുത്ത് വെളിയിൽ കളഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വേറെ ഏതെങ്കിലും വ്യക്തികളാണെങ്കിൽ പിന്നെ ഒരിക്കലും ആ പാർട്ടിയിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോത്തേ ഉള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള സ്വതന്ത്രമായിട്ട് നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ആ ഒരു പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തെ. അപ്പം ആ ഒരു പ്രസ്ഥാനത്തെയും ആ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന മുതിർന്ന നേതാക്കളെയൊക്കെ വെറുപ്പിച്ചിട്ട് പുള്ളി സ്വതന്ത്രനായിട്ട് നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇനി ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം. മുകേഷിൻ്റെ ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് മുകേഷിനോട് മാധ്യമങ്ങളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ട് നോക്കി. അത് തലയാട്ടിയിട്ട് പുള്ളി ചിരിച്ച് എന്ന് വെച്ചാൽ നൈസായിട്ട് സ്കൂട്ടായതല്ലാതെ അതിനകത്തൊരു പ്രതികരണം പുള്ളി കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോയിലൂടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു ആരോപണം വന്നിട്ട് പോലും സ്വന്തം പാർട്ടി ഈ മുകേഷിനെ ഇങ്ങാരെ സംരക്ഷിച്ചിരുന്നു. അപ്പം ആരോപണമല്ല, അത് സത്യമാണെന്ന് തെളിഞ്ഞിട്ട് പോലും, വെറും ആരോപണമല്ല, ആ ആരോപണത്തിൽ സത്യമുണ്ടെന്ന് തെളിഞ്ഞിട്ട് പോലും ആ പാർട്ടി
ആ വ്യക്തിയെ സംരക്ഷിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഇത് വെറും ആരോപണമായിട്ട് പോലും ഈ പാർട്ടി എന്തുകൊണ്ട് രാഹുലിനെ സംരക്ഷിക്കുന്നില്ല, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല? ഒരു പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള പാർട്ടിയോ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനോ ഇവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ നട്ടപ്പാതിരയ്ക്ക് ഈ ഫ്ലാറ്റിൽ കയറി അറസ്റ്റ് ചെയ്ത് ഇല്ല കൊലപാതകികളെ കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ ഇവരെല്ലാം കൈ ഒഴിഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഒരു തെരുവ് പറ്റിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഇതിലും അങ്ങനെ ആ ഒരു ഇതിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാതെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവരൊക്കെ ഒന്ന് പാർട്ടിയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിലോ പുള്ളിക്ക് നല്ല കുറച്ചുകൂടി ഒന്ന് പിന്തുണ എന്ന് വെച്ചാൽ ഈ അറസ്റ്റിൻ്റെ ഒരു വക്കിലേക്കൊന്നും എത്തത്തില്ലായിരുന്നു. 18 ദിവസം പുള്ളി പോയി ജയിലിൽ കിടക്കേണ്ട, വെറുതെ പോയി കിടക്കേണ്ട ഒരു കാര്യം ഉണ്ടാകത്തില്ലായിരുന്നു. അതായത് മുകേഷിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ചാനലിനകത്ത് വന്നൊരു വാർത്തയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. അല്ലല്ല പറയാൻ പാടില്ല. ഞാനേ അല്ല കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല. അതെല്ലാം മറുപടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ല. നൈസായിട്ട് ഒഴിയുക, നൈസായിട്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് കടന്ന് അട്ടഹസിക്കുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇതിലും വലിയ ഈ പറഞ്ഞിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള, ഇതിലും വലിയ തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോഴും പാർലമെൻറ്റിൽ ഇരിക്കുന്ന മന്ത്രി കസേരയിലും ഈ പറഞ്ഞിട്ടുള്ള MLA കസേരയിലും ഇരിക്കുന്ന എത്ര ആളുകളുണ്ട് അല്ലേ. ഇപ്പം ഇവിടെ ഇപ്പം നോക്കുവാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്. അത് കോടതി വരെ പറഞ്ഞിട്ടുണ്ട് അതൊരു കുറ്റകരമായിട്ടുള്ള കാര്യമല്ല, നിയമപരമായിട്ട് അത് കുറ്റമല്ല സമ്മതപ്രകാരമാണെങ്കിൽ. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ വലിയ നേതാവായിട്ട് കൊണ്ടു കിടക്കുന്ന പല ആളുകളും ഇന്ന് ഈ CCTVയും ക്യാമറയും ചപ്പും ചവറൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇവരൊക്കെ എന്തോരു തോന്നിവാസങ്ങൾ, എന്തോരു പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ അല്ലേ. എന്തോരു പെണ്ണുങ്ങളോട് എന്തൊരു തോന്നിവാസം ഇവരൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് CCTV പോലത്തുള്ള ഒരു സാങ്കേതിക വിദ്യയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇവരൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അതിലൂടെ ചിന്തിക്കാനേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ ഇത്രയൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്തൊക്കെ ഇവർ എന്തുമായിരിക്കും കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അല്ലേ. അങ്ങനെ പല ആളുകളും പല നേതാക്കന്മാരും ഈ പറഞ്ഞിട്ടുള്ള കസേരകളിലൊക്കെ എപ്പോഴും ഇരിപ്പുണ്ടല്ലോ. അപ്പം ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടൊരു ബന്ധമില്ലാത്തൊരു കാര്യം, ഒരു പരാതി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടിട്ടിട്ട് രാഹുലിനെ തകർക്കാൻ വേണ്ടി നോക്കി. അവസാനം പുള്ളിക്കാരനെ പാർട്ടിയിൽ നിന്ന് വരെ എടുത്ത് കളഞ്ഞു. എന്നിട്ടിപ്പം കണ്ടില്ലേ, ഇനിയിപ്പോൾ പുള്ളി നിരപരാധിയാണെന്ന് തെളിഞ്ഞിരിക്കുവാണ്. കോടതി അല്ലേ ജാമ്യം കൊടുക്കത്തില്ലായിരുന്നു. എന്നുവെച്ചാൽ കോടതിയിൽ പറഞ്ഞേക്കുന്ന ഈ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്രൂരമായിട്ട് ബ്രൂട്ടലായിട്ട് പീഡിപ്പിച്ചു, ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് നിർബന്ധിപ്പിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്ന് കോടതിക്ക് തെളിഞ്ഞായിരുന്നെങ്കിൽ രാഹുലിന് ജാമ്യം പോലും കൊടുക്കത്തില്ലായിരുന്നു. അത് വേറെ കാര്യം, റിമാൻഡിലേക്ക് വിടത്തേ ഉള്ളായിരുന്നു, ജാമ്യം കൊടുക്കത്തില്ലായിരുന്നു. അപ്പം ഇപ്പം രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് പാർട്ടി തിരിച്ചെടുക്കുന്നില്ല? കോടതി ജാമ്യം കൊടുത്തിട്ട് പോലും എന്തുകൊണ്ട് പാർട്ടി തിരിച്ചെടുക്കുന്നില്ല? ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യവും സംസാരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, ബാക്കിയുള്ള മുതിർന്ന നേതാക്കളായിക്കോട്ടെ, ഇവരെയൊക്കെ അജണ്ടയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ എടുത്ത് കളയണം. അതാണ് വേണ്ടുന്നത്. ഇവിടെ ഭരണപക്ഷത്തെ കാലം ഞാൻ പറഞ്ഞിട്ടുള്ള ഭരണപക്ഷത്തെ കാലം ഏറ്റവും കൂടുതൽ രാഹുലിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷത്തുള്ള ആളുകൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. രാഹുലിനെ പൂട്ടാനെ കൊണ്ട് അതിജീവിതമാരെ ഇറക്കിയത് ആരാണെന്നല്ല നല്ലതുപോലെ അറിയാവുന്ന കേസാണ്. ഇപ്പം ഫെനി പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. ഫെനി പുറത്തു വിട്ടേക്കുന്ന കാര്യത്തിൽ ഫെനി പറയുന്നത് എന്താണ്? ഈ റിനി ഇപ്പം പരാതി കൊടുത്തേക്കുന്ന അതിജീവിത 2025 റിനി അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ആ അതിജീവിത ഫെനിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഇനിയിപ്പം തെളിവുകൾ പുറത്ത് വരും, നിങ്ങൾ നോക്കിക്കോ. അപ്പം ഞാൻ ഇനി ഇവിടെ ഒരു ഓഡിയോ ക്ലിപ്പ് വയ്ക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്കുക. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധാരണപ്പെട്ട ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഉണ്ട്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, ഇപ്പം രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇതൊക്കെ PR വർക്കുകളാണ്. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ PR വർക്കുകൾ ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണെന്ന്. നിങ്ങളൊരു വോയിസ് ക്ലിപ്പ് കൂടെ വയ്ക്കാം. ഇതൊക്കെ സാധാരണപ്പെട്ട വീട്ടമ്മമാരുടെ പ്രതികരണമാണ്.
വീട്ടമ്മമാരെ. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയോ. ഞാൻ ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് വയ്ക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്കും. അവർ പറയുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. രാഹുലിനെ തകർക്കാൻ ആരാണ് മുൻപിൽ നിൽക്കുന്നതെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ തിരിച്ചു വരുമോ എന്നൊക്കെ ആ ഒരു വീട്ടമ്മയുടെ ഒരു വാക്കുകളിൽ നിന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് കേട്ടു നോക്കും. ഞാൻ തിരുവനന്തപുരത്ത് തങ്കമ്മ. അതെ, ആ സുരേഷില്ലേ മാർക്സിസ്റ്റുകാരുടെ, അയാൾ അന്ന് പറഞ്ഞില്ലേ പരസ്യമായിട്ട് സതീഷാണ് ഇതിന് മുൻകൈ എടുത്ത് രാഹുലിനെ ഇത്തരത്തിലാക്കിയത്. സതീഷിനാണ്. കാരണം ഷാഫിയും രാഹുലും കൂടി ഇയാൾക്ക് മുഖ്യമന്ത്രിയുടെ സ്ഥാനം കൊടുക്കൂല എന്ന് ഉള്ള അർത്ഥത്തിലുള്ള ഒരു ആക്ഷനൊക്കെ ഉണ്ടാക്കിയപ്പോ ഷാഫിക്ക് അങ്ങനെ ഉപദ്രവിക്കാൻ നോക്കിയത് കൂടാതെ ഇവർ രണ്ടുപേരും പുറത്താക്കിയില്ലെങ്കിൽ സതീഷിന് നിലനിൽപ്പ് കിട്ടൂല എന്നുള്ള ധാരണയിലാണ് സതീഷ് ഇത് ഇങ്ങനെ ചെയ്തതെന്ന് അയാൾ വ്യക്തമായിട്ട് പരസ്യമായി പറഞ്ഞല്ലോ ഒരു ദിവസം. അയാൾ പറഞ്ഞു. അത് കൂടാതെ ഈ നമ്മുടെ കോൺഗ്രസ്സുകാർ പാലക്കാട്ടുകാരനായ ഒരാൾ തന്നെ സതീഷാണ് ഇത് ഉണ്ടാക്കിയത്, അല്ലാണ്ട് പിണറായിനെ ഒന്നും പറയണ്ട, സതീഷ് തന്നെയാണ് ഇതിൽ ഇൻട്രസ്റ്റ് എടുത്ത് ഈ രാഹുലിനെ പുറത്താക്കാൻ വേണ്ടി ഇത്രയും കൊള്ളക്കങ്ങൾ ഉണ്ടാക്കിയതെന്ന് അയാൾ വ്യക്തമായിട്ട് പരസ്യമായിട്ട് പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അറിയാവുന്ന സത്യമല്ലേ? ഇയാൾക്കല്ലായിരുന്നു ഈ ആവേശവും ധൃതിയും ഇതെല്ലാം ആസൂത്രണം ചെയ്തതും ഇയാൾ ഒറ്റ ഒരുത്തനാണെന്ന് വളരെ പകൽ പോലെ വ്യക്തമല്ലേ? അത് പരസ്യമായിട്ട് അവർ പറഞ്ഞു ഇവർ രണ്ടുപേരും പറഞ്ഞു PD സതീശനാണ് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയത്, അല്ലാണ്ട് മാർക്സിസ്റ്റുകാർ ഞങ്ങളുടെ ആൾക്കാരൊന്നും പറയേണ്ട കാര്യമില്ല, ഞമ്മൾക്ക് നിരപരാധികളാണെന്ന് അയാൾ വ്യക്തമായി പറഞ്ഞു. പരസ്യമായിട്ട് ശബ്ദത്തിൽ തന്നെ ഇതുപോലെ ഉറക്കനെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞപ്പോ പലരും പരസ്യമായി തന്നെ പറയാൻ തുടങ്ങി PD സതീശനാണെന്ന്. ഇനി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് രാഹുൽ സ്വതന്ത്രനായി ഈ VD സതീശന്റെ മണ്ഡലത്തിൽ പറവൂരും പാലക്കാടും മത്സരിക്കാൻ ഇറങ്ങുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? എവിടെ നിന്നാലും കേട്ടല്ലോ. ഇനി രാഹുൽ മാങ്കൂട്ടം പാലക്കാടല്ല കേരളത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും നല്ല ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടം ജയിച്ചു വരും. രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ട്, അതിനകത്ത് യാതൊരു ഡൗട്ട്സും ഇല്ല. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. മറ്റേ രാജൻ ജോസഫിന് സീനാദേവി കുഞ്ഞുമ്മ വയറ് നിറച്ച് കൊടുത്തല്ലോ, എന്തായാലും അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അതെങ്ങനെ, അത് നന്നായെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനൊന്ന് ആഗ്രഹിച്ചതാണ് ആരെങ്കിലും ഇങ്ങാർക്കൊന്ന് നല്ല രീതിയിലൊന്ന് കൊടുക്കണമെന്ന്. കാരണം ഈ ശ്രീനാദേവി കുഞ്ഞുമ്മയുടെ ഈ ഒരു വിഷയം വന്ന സമയത്ത് ഞാൻ കണ്ടായിരുന്നു, ഈ ശ്രീനാദേവി കുഞ്ഞുമ്മയൊക്കെ ചേർത്തിട്ട് ഇങ്ങാര് എന്തൊക്കെയാണ് അടിച്ചിറക്കി വരുന്നത്. ഇങ്ങാര് ഇവിടെ രാഹുലും ശ്രീനാദേവി കുഞ്ഞുമ്മയായിട്ട് എന്തോ അവിഹിത ബന്ധമുണ്ടെന്നും മറ്റേതാണ് മുറച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് സ്വന്തമായിട്ട്. അപ്പോൾ എന്തായാലും ഒരാൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.